കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇന്ന് മുഴുവനും ഞങ്ങളുടെ കൂടെ ഇരിക്കണം. ഇരുന്നട്ടെ, വാ. ഫോട്ടോസ് നോക്കി. അവൾ ഈ വീട്ടിൽ വരുന്നതിന് അധികം എന്ന് പറയുമ്പോ മുത്തശ്ശൻ അവളുടെ വീട്ടിലേക്ക് പോകണമെന്ന് എന്തിനാ പറയുന്നത്? കട്ട് ചെയ്യണം, മുഴുവനും കട്ട് ചെയ്യണം. എന്തു പറ്റി? അവൻ ഫോൺ എടുക്കുന്നില്ലേ? അവന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? റിങ് ആവുന്നുണ്ട് മാഡം. ചില സമയത്ത് റിങ് ആകും, പക്ഷെ കണക്ട് ആവില്ല. ചില സമയത്തൊക്കെ കട്ട് ചെയ്യാ ചെയ്യുന്നേ. സ്കൂളിലേക്ക് പോകാന്ന് പറഞ്ഞ ആള് സ്കൂളിലേക്ക് പോയിട്ടില്ല. 2 മണിക്കൂറായി ഫോൺ ചെയ്യുന്നു, എന്നിട്ട് എടുക്കുന്നില്ല. ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല വസുന്ധര. എനിക്ക് നല്ല പേടി തോന്നുന്നു. ഇതുവരേക്കും എങ്ങോട്ട് പോവാനാണ്? എവിടെയെങ്കിലും പറയാതെ പോയതായിരിക്കും, വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പൊ എനിക്ക് പേടിയാവുകയാണല്ലോ. എന്റെ ദൈവമേ, എന്റെ ഫോൺ എടുത്താ മതിയായിരുന്നു ഒന്ന്. എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഇത്ര നേരമായിട്ടും എന്താ സംഭവിച്ചെന്നറിയാതെ എന്റെ നെഞ്ചു പൊട്ടുക. ചേച്ചി, എന്തൊക്കെയാ പറയുന്നത്? 2-3 ദിവസമായിട്ട് വീട്ടിൽ വരാതെ അവനെ കാണാനില്ലാത്ത പോലെയാണല്ലോ സംസാരിക്കുന്നത്. കുഞ്ഞിലേ മുതൽ അവൻ ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരു പണിയിൽ മുഴുകിയ പിന്നെ വേറൊന്നിനും അവനെ കിട്ടിയെന്നേ വരില്ല. ഇപ്പോഴും അതുപോലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട പണിയിലായിരിക്കും അവൻ. പണി തീർന്നാലുടൻ അവൻ നമ്മളെ വിളിക്കും, വീട്ടിലോട്ടും വന്നോളും. ഇതെന്താ എല്ലാവരും വിഷമിച്ച് നിൽക്കുന്നത്? അദ്ദേഹം ഇനിയും വീട്ടിലേക്ക് വന്നിട്ടില്ല അച്ഛാ. സമയം 9:30. നാട്ടിലാണെങ്കിൽ ഞങ്ങൾ ഈ സമയത്ത് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിരിക്കും. വീട്ടിൽ പറയാതെ സിനിമയ്ക്ക് പോയാലും എത്ര സമയം ഞങ്ങൾ താമസിച്ചാലും എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പേടി ഉണ്ടായിരുന്നില്ല. ഇവിടെ ഓരോരുത്തർ 2 പിള്ളേരുടെ അമ്മയായിട്ടും എന്റെ മക്കളെ കണ്ടില്ലേ എന്നും പറഞ്ഞ് അലാറം വെച്ച് ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ആരും പേടിക്കുന്നില്ല, ധൈര്യമാണ് കൊടുക്കുന്നത്. പക്ഷെ അച്ഛ, ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് പോലും അദ്ദേഹം എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം പേടിച്ചിരിക്കുന്നത്. ചേട്ടൻ ബിസിയാണെന്നുണ്ടെങ്കിലും ഇമ്പോർട്ടന്റ് ആയ വർക്കിലാണെങ്കിലും ഫോൺ എടുക്കില്ല. ശരിക്കും ബിസി വർക്കിലാണെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷെ രാവിലെ മുതൽ എവിടേക്കാ പോയെന്നറിയില്ല. ഒരു തവണയെങ്കിലും ഫോൺ എടുത്ത് സംസാരിച്ചാ ഈ പേടി പോയാനെ അങ്കിൾ. അവൻ ഭാര്യയുടെ ഫോൺ എടുക്കില്ലായിരിക്കും, അച്ഛന്റെ ഫോണും എടുക്കില്ലായിരിക്കും. പക്ഷെ അമ്മയുടെ ഫോൺ, മാഡം ഫോൺ ചെയ്താൽ എത്ര ബിസിയാണെങ്കിലും അവൻ എടുക്കും. ആ ഫോണിൽ നിന്നൊന്ന് വിളിച്ചു നോക്കാൻ പറ. ശോഭ. യെസ് മാഡം.
എന്താ മോനെ, കുളി കഴിഞ്ഞോ? കഴിഞ്ഞു മുത്തശ്ശ. വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുവാ ഞാന്. എന്തോ ആലോചനയിലാ നിങ്ങൾ. ആട്ടെ, നിങ്ങളിവിടെ എത്തിയ വിഷയം നിങ്ങളുടെ അമ്മയ്ക്ക് മനസ്സിലാവുമെന്നാണോ, അതോ അറിഞ്ഞാല് എന്താ പറയേണ്ടതെന്നാണോ ചിന്തിക്കുന്നത്? ഏയ്, അതൊന്നുമല്ല മുത്തശ്ശ. ഈ അവസ്ഥ എങ്ങനെ വന്നു എന്നാ ഞാനിപ്പോ ആലോചിക്കുന്നേ. സ്വന്തം മുത്തശ്ശനെ കാണാൻ പേരക്കുട്ടികൾ ഒളിച്ചും പതുങ്ങിയും വരണോ? മകന്റെ വീട്ടിലേക്ക് വന്ന അച്ഛൻ തല താഴ്ത്തി അപമാനിക്കപ്പെട്ട് മടങ്ങിപ്പോകണോ? എന്ത് ചെയ്യാനാ മോനെ, ചിലത് നമ്മൾ ചെയ്തതാ. അതിന്റെ പരിണിത ഫലമായിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ അവസ്ഥ ഇനി ആർക്കും വരാൻ പാടില്ല മുത്തശ്ശ. അന്ന് മുത്തശ്ശൻ വീട്ടിലേക്ക് വന്നപ്പോ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതായിരുന്നു മുത്തശ്ശ. പക്ഷേ അമ്മ മുത്തശ്ശനോട് പോവാൻ പറഞ്ഞപ്പോ എനിക്ക് തടയാൻ പറ്റിയില്ല. ഒന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. മുത്തശ്ശൻ ഇവിടെ ഇരിക്കേ, വാ. നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം മോനെ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അന്ന് നിങ്ങളുടെ അച്ഛനെയും അമ്മയും ഇവിടുന്ന് പുറത്താക്കിയപ്പോ കുറെ പേര് എനിക്ക് എതിര് നിൽക്കാനുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇത് വേണ്ടാന്ന് പറയാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായില്ല. അന്ന് ഞാന്, ഇന്ന് നിന്റെ അമ്മ, എന്നും എല്ലാ കാലത്തും ഓരോ ബന്ധങ്ങൾക്കും ഇങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാവും. അല്ല, ചെറിയോനെവിടെ? അത് ഫോൺ വന്നപ്പോ പുറത്തു പോയി സംസാരിക്കും മുത്തശ്ശ. അകത്ത് സിഗ്നൽ കിട്ടില്ലല്ലോ. ഓ ഗോഡ്, മാഡം വിളിക്കുന്നുണ്ടല്ലോ. രാഹുൽ പറഞ്ഞ സത്യമായിരിക്കോ? ഏകാംബരം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവോ? ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന വിഷയം മനസ്സിലായോ എന്തോ? മുത്തശ്ശ, ഇമ്പോർട്ടന്റ് കോൾ. ഇവിടെ സിഗ്നൽ ഇല്ലല്ലോ. ഞാനൊന്ന് പുറത്തുപോയി സംസാരിച്ചിട്ട് വരാം. ശരി മോനെ, വേഗം പോയിട്ട് വാ. ഭക്ഷണം കഴിക്കണ്ടേ? ശരി മുത്തശ്ശ. ഹലോ മാഡം. തേജ, മോനെ, നീ എന്താ ഇവിടുന്ന് വിളിച്ച ആരുടെയും ഫോൺ എടുക്കാതിരിക്കുന്നത്? വനജയും വിളിച്ചല്ലോ. ഇവിടുന്ന് സ്കൂളിലേക്കെന്ന് പറഞ്ഞല്ലേ പോയത്. എന്ത് പറ്റി മോനെ? ഫോൺ എടുക്കാൻ പറ്റാത്ത ജോലി എന്താണ്? അവന് പറയാനൊരു ഗ്യാപ്പ് കൊടുക്ക. എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല മാഡം. എനിക്കെന്ത് പറ്റാനാ? എന്നിട്ട് എത്ര വിളിച്ചിട്ട് നീ എന്താണ് ഫോൺ എടുക്കാതിരിക്കുന്നത്? നിനക്കറിയില്ലേ മോനെ, എന്തുമാത്രം ടെൻഷനാണ് ഇവിടെ ഉണ്ടാവുന്നതെന്ന്? നീ എവിടെയാണ് ഇപ്പോ ഉള്ളത്? ഫോൺ ചെയ്താൽ പോലും എടുക്കാൻ പറ്റാത്തത്ര ബിസി ആയിട്ട് എന്താണ്? തേജ, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ ജീവിതം തെരുവിലായില്ലേ? ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ജീവിക്കാൻ മരിക്കോ ചെയ്തേനെ. പക്ഷെ ഇപ്പൊ എന്റെ അനിയത്തി ഉണ്ടല്ലോ കൂടെ. ഞങ്ങൾ എവിടേക്കാണെന്ന് വെച്ചിട്ടാ പോവാ. ഇവളെ ഞാൻ എങ്ങനെ നോക്കും? ഞങ്ങൾക്ക് ആരുണ്ട്? ചേച്ചി, എന്താ മോളെ? വിശക്കുന്ന ചേച്ചി. ഞാൻ കൊണ്ടുവരാം മോളെ. ഞാൻ എവിടെന്നെങ്കിലും ഭക്ഷണം കൊണ്ടുവരാം. നീ വിശന്നിരിക്കാൻ ഞാൻ സമ്മതിക്കോ? എന്തെങ്കിലും കൊണ്ടുവരാട്ടോ.
എന്താ മോളെ സരസ്വതി ഇവിടെ തന്നെ ഇരിക്കുന്നേ? അനീതിക്ക് സുഖമല്ല തിരുമേനി. കുറച്ചു നേരം ദേവിയുടെ അടുത്ത് ഇരുത്തിയ കുറയുന്ന കരുതി കൊണ്ടുവന്നതാ. വെള്ളത്തിൽ വീണതല്ലേ, പേടിച്ച് പനി വരുന്നതായിരിക്കും മോളെ. ദേവിയെ ശരിക്ക് തൊഴുതോളൂ, എല്ലാം ശരിയാവും. ഇതാ ഈ പ്രസാദം എടുത്തോളാ. എന്റെ അനിയത്തി എന്തിനിങ്ങനെ നിഷ്കളങ്കമായി ജനിപ്പിച്ചതെന്ന് ഓർത്ത് വിഷമിക്കാത്തൊരു ദിവസം പോലും ഇല്ല. പക്ഷെ ഇങ്ങനെ ജനിച്ചത് കാരണം അവള് ഒരു വിഷമം പോലും അറിയുന്നില്ല. അവൾ അവളുടെ ലോകത്താണ്. എന്നെ വേണമെങ്കിൽ കഷ്ടപ്പെടുത്തിക്കും. ഒന്നും അറിയാത്ത ഈ പാവത്തിന് എന്തിനാ കഷ്ടപ്പെടുത്തുന്നത്? ഇതാ ചിന്ന, ഇതിവിടെ കഴിച്ചോ. ചിന്ന, ഞാൻ വാരി തരട്ടെ? എന്താ മോളെ, എന്തിനാ കുട്ടിയെ കയ്യിലെടുത്തിരിക്കുന്നത്? തൊട്ടിൽ കിടത്തേ പോരായിരുന്നു? ഇപ്പോഴാ തൊട്ടിൽ നിന്നെടുത്തത്. പാവം വിശന്ന് സഹിക്കാൻ വയ്യാതെ കരയുമായിരുന്നു ഇത്ര നേരം. പാല് തീർന്നു. എന്താ മോളെ, ഇന്ന് പാല് തന്നില്ലേ? പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ ഇന്നിവിടെ പാല് തന്നില്ല അച്ഛാ. അത് കാരണം ചിന്നു ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ തേൻ കൊടുത്ത് ഇവളെ ഉറക്കി. ഫോൺ പോലും എടുക്കാൻ പറ്റാത്തത്ര ബിസി ആയിട്ടുള്ള വർക്ക് എന്താണ് മോനെ നിനക്ക്? തേജ, തേജ, ഹലോ തേജ. സോറി മാഡം, ഫോൺ എടുക്കാതെ ഞാൻ നിങ്ങളെല്ലാവരും ഒരുപാട് വിഷമിപ്പിച്ചു. പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻ കുറച്ച് മോശമാണ് മാഡം. കോളേജിൽ ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ഫേവറേറ്റ് മാഷിന് സുഖമില്ലെന്ന് അറിഞ്ഞപ്പോ പെട്ടെന്ന് ബാംഗ്ലൂരിലേക്ക് വന്നു മാഡം. ആ തിരക്കില് ഞാൻ പറയാൻ വിട്ടുപോയതാ. എന്നുവെച്ചാ നീ ഇപ്പൊ ബാംഗ്ലൂരാണോ ഉള്ളത്? അതെ മാഡം. മാഷ് എന്ന് പറഞ്ഞ മറ്റുള്ള മാഷ്മാരെ പോലെയൊന്നുമല്ല. അദ്ദേഹത്തിന്റെ സ്നേഹവും ശിക്ഷണവും ഒരിക്കലെങ്കിലും അറിഞ്ഞവർക്ക് അത് മനസ്സിലാകും മാഡം. ഞങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. ഞങ്ങളുടെ കൂടെ കളിക്കുമായിരുന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഞങ്ങളിൽ നകന്നുപോയി.
എത്ര നാളായാലും ആ ഓർമ്മകൾ അങ്ങനെ തന്നെ ഉണ്ടാവും മാഡം. അതുകൊണ്ടാ അദ്ദേഹത്തിന്റെ അവസ്ഥ അറിഞ്ഞപ്പോ ഒന്നും നോക്കാതെ ഇങ്ങോട്ടേക്ക് ഓടിപ്പോന്നത്. നിങ്ങളോട് ആരോടും ഒന്നും പറയാതെ ബാംഗ്ലൂരിലേക്ക് വന്നു മാഡം. നല്ല കാര്യമാണ് ചെയ്തത് മോനെ. അന്നത്തെ കാലത്ത് മാഷ് പഠിപ്പിച്ചു തന്നത് മാത്രമല്ല, ആ മാഷിനെയും നീ ഓർത്തു വെച്ചല്ലോ മോനെ. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നുന്നു. ശരിക്കും പ്രൗഡായിട്ട് തോന്നുന്നു. താങ്ക് യു മാഡം. നിന്റെ മാഷിനിപ്പോ എങ്ങനെയുണ്ട്? മാഷിന് പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ മാഡം, അതുകൊണ്ട് നല്ല സന്തോഷത്തിലാണ്. പെട്ടെന്ന് റിക്കവർ ആവുന്നുണ്ട്. വെരി ഗുഡ്. വേണമെങ്കിൽ ഒരു 4 ദിവസം അവിടെ തന്നെ നിന്ന് അദ്ദേഹത്തിന് വേണ്ടതൊക്കെ നീ ചെയ്തു കൊടുക്കും മോനെ. ശരി മാഡം. ഇടയ്ക്കിടയ്ക്ക് നീ വനജയെ വിളിച്ചോണ്ടിരിക്കണേ മോനെ, അതല്ലെങ്കിൽ അവക്ക് വിഷമാവും. ഷുവർ മാഡം, തീർച്ചയായിട്ടും. ഗുഡ് നൈറ്റ് മാഡം. താങ്ക് ഗോഡ്. എന്റെ മകനെ കണ്ടോ? എത്ര പേർക്കുണ്ടാവും ഇത്ര വലിയ മനസ്സ്? ഇതാണ് വളർത്തുഗുണമെന്ന് പറയുന്നത്. ചെറുപാത പോലെ മടങ്ങിലും കരയൊല്ല നാം അതാശര. ചിന്നു തണുക്കുന്നുണ്ടോ? അയ്യോ, തീ പൊള്ളുന്ന പോലെ ഉണ്ടല്ലോ. തണുപ്പും കൂടുന്നുണ്ട്, പനി കാരണം ദേഹം പൊള്ളുന്നുണ്ട്. ഞാനിപ്പോ എന്താ ചെയ്യാ? അയ്യോ, നോക്കമ്മേ, നിങ്ങളുടെ മക്കൾ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഞങ്ങളും കൂടെ നിങ്ങളോടൊപ്പം കൊണ്ടുവരുന്നില്ലേ അമ്മേ? ഈ വിഷമങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. എന്തിനാ ഞങ്ങളെ വിട്ടു പോയ? അവിടെ ഞങ്ങൾ നിങ്ങൾക്കൊരു ഭാരമാവെന്ന് കരുതിയിട്ടാണോ? ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഈ വിഷമം ഒന്നും സഹിക്കാൻ പറ്റാതെ വല്ല കിണറ്റിലോ പുഴയിലോ ചാടി ചത്തേനെ. പക്ഷെ എനിക്ക് 8 വയസ്സുള്ളപ്പോ ചിന്നുവിനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അമ്മ പോയി. കുഞ്ഞവ കരഞ്ഞ മോളല്ല നോക്കണ്ടേ? കുഞ്ഞവന് ഒരമ്മയുടെ പോലെ നോക്കണം മോള്. നോക്കല്ലേ മോളെ? ഞാൻ നോക്കാം അമ്മ. എത്ര നന്നായി നോക്കിയാലും എപ്പോഴും എന്തെങ്കിലും വിഷമം തരും. എന്നാലും എങ്ങനെയെങ്കിലും ഇന്ന് ജീവിക്കണം എന്ന് വിചാരിക്കുമ്പോ ഇപ്പൊ ഉണ്ടായിരുന്ന തണല് പോലും ഇല്ലാതായി. ഇനി ഞാൻ ഇവളെ എങ്ങനെ നോക്കും? എന്റെ ദുർഭാഗ്യത്തിന് ആരെയാണ് ഞാൻ കുറ്റം പറയണ്ട? ഞങ്ങളെ ജനിപ്പിച്ചിട്ട് ഞങ്ങളെ വിട്ടുപോയ നിങ്ങളെയാണോ, അല്ലെങ്കിൽ ഈ ലോകത്തിനെ തന്നെ കാക്കുന്ന ഈ ദേവിയാണോ? ഒന്ന് പറയൂ ദേവി, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ വാശി പോലെ എന്തിനാ ശിക്ഷ തരുന്നത്? ഞങ്ങളുടെ അമ്മയെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി, അച്ഛനെ ഞങ്ങളിൽ നിന്ന് അകറ്റി എല്ലാം എടുത്തു. ഇത്രയും നാളൊരു തണലെങ്കിലും ഉണ്ടല്ലോ എന്ന് കരുതിയാണ് സഹിച്ച് ജീവിച്ചത്. പക്ഷെ ഇന്ന് ആ തണല് പോലും ഇല്ലാത്ത അവസ്ഥയായി. എവിടെ പോയി ചത്താലും വേണ്ടല്ലേ, പോയി ചാവടി. എന്തിനാ അമ്മ ഞങ്ങളുടെ അടുത്ത് ഇത്രയും വൈരാഗ്യം? ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്? മുത്തശ്ശന് വേണ്ടി ആ വീട്ടിൽ പോയത് തെറ്റാണോ? അമ്മായി എന്തൊക്കെയാ പറഞ്ഞെന്ന് കേട്ടില്ലേ? എന്നെ പണിക്കാരിയാക്കി കാശ് വാങ്ങിച്ചപ്പോഴും എനിക്ക് ഇത്രയും വിഷമം ഉണ്ടായിട്ടില്ല. ഞാൻ എന്തോ തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ്
അനാവശ്യമായി എന്നെ തല്ലി പുറത്താക്കി. അതാണ് എനിക്ക് വിഷമായത്. ശരി, ഞാൻ തെറ്റ് ചെയ്തു തന്നെ ഇരിക്കട്ടെ. ശിക്ഷ എനിക്ക് മാത്രം തന്നാ പോരെ. പാവന്റെ അനിയത്തി എന്ത് തെറ്റ് ചെയ്തു? അവൾക്ക് എന്തിനാ ശിക്ഷ? ചിന്നു, ചിന്നു, കണ്ടോ തണുപ്പിൽ അവള് വിറയ്ക്കുന്നത്? ഞാൻ എന്താ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയില്ല. എല്ലാം അറിയുന്ന നിങ്ങള് ഒരു കല്ല് പോലെ ഇരിക്കുകയല്ലേ. ഞാൻ എങ്ങനെ എന്റെ അനിയത്തെ രക്ഷിക്കുക? ചിന്നു, ചിന്നു.